മലയാളിയുടെ മനസ്സിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഉയർന്ന സ്ഥാനം നൽകിയ മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇ.കെ. നായനാർ. സഖാവിന്റെ ഓർമ്മ ദിനമാണ് മെയ് 19. നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 21 വർഷം പൂർത്തിയാവുകയാണ്. കേരളത്തിലെ ജനജീവിതത്തെ പുതുക്കിപ്പണിത കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രധാനിയും മികച്ച ഭരണാധികാരിയുമായിരുന്നു നായനാർ. CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, പാർലമെന്റേറിയൻ, ദേശാഭിമാനിയുടെ പത്രാധിപർ, എഴുത്തുകാരൻ, പ്രാസംഗികൻ തുടങ്ങി വിവിധ മേഖലകളിൽ തിളങ്ങിയ ജനകീയ നേതാവായിരുന്നു നായനാർ. 1980 മുതൽ 81, 1987 മുതൽ 91, 1996 മുതൽ 2001 വരെയും 3 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് 10 വർഷവും 11 മാസവും 22 ദിവസവും മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു എന്ന റെക്കോർഡ് നായനാർക്കുള്ളതാണ്. നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് സംസ്ഥാനത്തിന്റെ വികസനത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായത്. ലോകശ്രദ്ധയാകർഷിച്ച കേരളത്തിന്റെ സാക്ഷരതാ യജ്ഞം, ജനകീയാസൂത്രണം, കുടുംബശ്രീ, മാവേലി സ്റ്റോറുകൾ, ആദ്യത്തെ IT പാർക്ക്, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങി നിരവധി കാഴ്ചപ്പാടുകൾ പ്രായോഗികമാക്കപ്പെട്ടത് നായനാർ മന്ത്രിസഭയുടെ കാലങ്ങളിലാണ്. ത്യാഗോജ്വലമായ സംഘടനാ ജീവിതം നയിച്ച നായനാർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു. കയ്യൂർ, മൊറാഴ കർഷക ലഹളകളിൽ വഹിച്ച പങ്കിനെ തുടർന്ന് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നു. ഡിസംബർ 9 കണ്ണൂരിലെ കല്യാശ്ശേരിയിൽ ഒരു കുലീന കുടുംബത്തിലാണ് നായനാർ ജനിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ ബാലസംഘത്തിലൂടെയാണ് നായനാർ പൊതുരംഗത്തേക്ക് എത്തുന്നത്. 1955 വരെ പാർട്ടിയുടെ കണ്ണൂർ താലൂക്ക് സെക്രട്ടറിയായി. 56 മുതൽ 67 വരെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ദേശീയ കൗൺസിലിലും അംഗമായിരുന്ന നായനാർ റിവിഷണലിസത്തിന്റെ എതിരായ സമരത്തിൽ 1964 ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയ 32 സഖാക്കളിൽ ഒരാളാണ്. CPMന്റെ രൂപീകരണ കാലം മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു. 1998 പോളിറ്റ് ബ്യൂറോ അംഗമായി. ജനകീയൻ എന്നതിനൊപ്പം ജനപ്രിയനുമായിരുന്നു നായനാർ. കേരള ജനത ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും വെച്ച് പുലർത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിൽ ഇദ്ദേഹത്തിന് സ്ഥാനമുണ്ട്. സാധാരണക്കാരെ തന്നിലേക്ക് ആകർഷിക്കാൻ നായനാർക്കായി. ഫലിതം കലർത്തി സരസമായി നല്ല ഒഴുക്കോടെ സംസാരിക്കാൻ നായനാർക്ക് കഴിഞ്ഞിരുന്നു. 2004 സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്.